സോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ചെയ്യാൻ പോകുന്നത് ആദ്യം തന്നെ പറയാം. ഒരു സാധാരണക്കാരന് മനസ്സിലാവുന്ന പോലെ ഈ സംഗതികളൊക്കെ എന്താണ്, അൽഗോരിതം എന്താണ് ഈ ഡീപ് സീക്ക് ഉണ്ടാക്കിയ വ്യത്യാസം എന്ന് ഒരു ലേമൻസ് ലാംഗ്വേജിൽ പറയാൻ പോകും. അപ്പോൾ അത് മാത്സ് ഒന്നും അതിനകത്ത് തീരെ വരുന്നില്ല. യഥാർത്ഥത്തിൽ നല്ല മാത്തമാറ്റിക്കലായ ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ മാത്സ് ഒന്നും ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് ഇതെന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ശ്രമിക്കുകയാണ് നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ അവസാനം ഞാൻ ഇതൊന്ന് ഡെമോ ചെയ്ത് കാണിക്കുകയും ചെയ്യാം. എന്തുകൊണ്ടാണ് ഈ ഡീപ് സീക്ക് അല്ലെങ്കിൽ ഈ ബ്രേക്ക് ത്രൂ ഒരു ഗെയിം ചേഞ്ചർ ആകുന്നതെന്ന് ഞാൻ എൻ്റെ ഫോണിലും എൻ്റെ ലാപ്പിലും ചേഞ്ച് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഞാൻ സ്ട്രൈറ്റ് അവേ നമ്മുടെ ഇതിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ മനുഷ്യൻ്റെ തലച്ചോറിന് ഭയങ്കര പ്രത്യേകതയുണ്ട്. നമ്മുടെ തലച്ചോറെന്ന് പറയുന്നത് വളരെ അതിഗംഭീരമായൊരു കമ്പ്യൂട്ടർ. നമുക്ക് പലതരം സാധനങ്ങൾ, പലതരം സെൻസസ് നമ്മുടെ കയ്യിലുണ്ട്. ഉദാഹരണം നോക്കിയാൽ നമുക്ക് ഈ 5 സെൻസസ് ഉണ്ട്. നിങ്ങൾക്ക് ടേസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഹിയറിംഗ് ഉണ്ട്. അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ 5 സെൻസറി ഓർഗൻസിൽ നിന്നും കൂടെ നമ്മുടെ ഒരു ന്യൂറൽ നെറ്റ്വർക്ക് അല്ലെങ്കിൽ നെർവസ് സിസ്റ്റം വഴി നമ്മുടെ തലച്ചോറിനകത്തേക്ക് കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ 5 നെർവസ് അല്ലെങ്കിൽ ഈ 5 സെൻസറുകളും. അപ്പോൾ നമ്മുടെ തലച്ചോറ് ഇത് കാലാകാലമായിട്ട് ഇതിൽ നിന്ന് വരുന്ന പലതരത്തിൽ വരുന്ന എക്സൈറ്റേഷൻസ് കണ്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് നിങ്ങൾ ഒരു സ്മെല്ല് നിങ്ങൾ എപ്പോഴെങ്കിലും ഒരിക്കൽ കണ്ടാൽ മതി, ഒരിക്കൽ ഒന്ന് സ്മെല്ല് ചെയ്താൽ മതി, നിങ്ങൾ മരിക്കുന്നത് വരെ ആ സ്മെല്ല് ഓർമ്മിച്ചിരിക്കും. അപ്പോൾ നമ്മുടെ തലച്ചോറിന് അത്തരം അതിഗംഭീരമായ കേപ്പബിലിറ്റി ഉണ്ട്. അപ്പോൾ നമ്മുടെ നിലവിലുള്ള ഒരു കമ്പ്യൂട്ടറും ഇതിൻ്റെ ഓവറോൾ കേപ്പബിലിറ്റി, നമ്മുടെ തലച്ചോറിൻ്റെ ഓവറോൾ കേപ്പബിലിറ്റി ഗെയിൻ ചെയ്തില്ല. പക്ഷേ ചില സ്പെസിഫിക് ഏരിയകളിൽ കമ്പ്യൂട്ടറുകൾ മെച്ചപ്പെട്ടിട്ടുണ്ട്. എങ്കിൽ പോലും ഒരു ജനറൽ കമ്പ്യൂട്ടിംഗ് മെഷീന് എന്ന നിലയിൽ നമ്മുടെ തലച്ചോറിൻ്റെ 7 ലോകത്ത് ഒരു മെഷീൻ പോലും ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചെയ്യാനായിട്ട് നോക്കിയപ്പം ആദ്യം ആളുകൾ ചെയ്ത് തലച്ചോറിനുള്ളിലേക്ക് തന്നെയാണ് നോക്കിയത്. തലച്ചോറിനുള്ളിൽ നമ്മൾ എങ്ങനെയാണ് ഈ ഡേറ്റ സൂക്ഷിച്ചു വെക്കുന്നത്, അല്ലെങ്കിൽ തലച്ചോറ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ന്യൂറോളജിക്കൽ ആളുകളുമായിട്ട് ഉള്ള ഡിസ്കഷനിൽ നിന്നാണ് ഈ ഏർലി മോഡൽസ് പലതും വരുന്നത്. അപ്പോൾ നമ്മുടെ AI ഇപ്പോഴത്തെ ടെക്നോളജി എന്ന നിലയിൽ ഒരു 70 വർഷത്തെ പഴക്കമേ ഉള്ളൂ. അപ്പോൾ ആളുകൾ പലതരത്തിൽ മനുഷ്യൻ്റെ ബ്രെയിനിനെ കമ്പ്യൂട്ടറിൽ സിമുലേറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ ഒരു പ്രധാനപ്പെട്ട വഴി എന്ന് പറയുന്നത് ബ്രെയിനിനുള്ളിൽ എങ്ങനെയാണോ ഇത് ചെയ്യുന്നത് അതുപോലെ തന്നെ കമ്പ്യൂട്ടറുകൾ സിമുലേറ്റ് ചെയ്യാമോ എന്നുള്ളൊരു ഒരു റൗണ്ട് ഗവേഷണം 1980കളിലും 90കളിലും നടന്നു. അപ്പോൾ 80കളിലും 90കളിലും നടന്ന ആ ഗവേഷണം എന്ന് പറയുന്നത് ആളുകൾ ചെയ്തത് തലച്ചോറിനുള്ളിൽ ന്യൂറോണുകളുടെ, അത് കോടിക്കണക്കിന് ന്യൂറോണുകളുടെ ഒരു കളക്ഷനാണ് നമ്മുടെ തലച്ചോറ്. അത് പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ന്യൂറോണുകളുടെ കളക്ഷൻ. അപ്പോൾ ഞാൻ പടത്തിൽ കാണിച്ചേക്കുന്നതാണ്. നിങ്ങളുടെ തലച്ചോറുണ്ട്, തലച്ചോറിൽ വലിയൊരു ന്യൂറോണുകളുണ്ട്. അതിൽ ഒരു ന്യൂറോണാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ ഒരു ന്യൂറോൺ തന്നെ പല ന്യൂറോണുകളുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ഫീലിംഗ് വരുമ്പോഴും, ഓരോ പുതിയ കാര്യം കാണുമ്പോഴും തലച്ചോറിൽ ഏതോ ഒരു ന്യൂറോൺ എക്സൈറ്റ് ആകുക ചെയ്യുക. ആ എക്സൈറ്റേഷൻ പിന്നീട് ഇതുപോലൊരു എക്സൈറ്റേഷൻ വന്നാൽ ഇത് ഇന്നതാണെന്ന് കോറിലേറ്റ് ചെയ്യാൻ നമ്മുടെ ബ്രെയിൻ ഒരു കേപ്പബിലിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ വിവരം അല്ലെങ്കിൽ ഈ ഒരു ഐഡിയ കമ്പ്യൂട്ടറിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് 1980ലും 90 ആളുകൾ വ്യാപകമായിട്ട് ശ്രമിച്ചിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മുടെ കമ്പ്യൂട്ടിംഗ് പവർ ഉണ്ടായിരുന്നില്ല, നമുക്ക് അതുപോലെ ഇപ്പം നമ്മൾ പറയുന്ന ഡേറ്റ ഉണ്ടായിരുന്നില്ല, കമ്പ്യൂട്ടിങ്ങിൻ്റെ പവർ ഭയങ്കര കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ സമയത്തുണ്ടായിരുന്ന ആ ഗവേഷണത്തിൽ അധികം മുന്നോട്ട് പോകാൻ പറ്റിയില്ല. കാരണം ഇത് ഇങ്ങനെയൊക്കെ ചെയ്യുക മാത്തമാറ്റിക്കലി അതിനൊരു ഫൗണ്ടേഷൻ ഉണ്ടാക്കി വെച്ചിരുന്നു ആളുകൾ. പക്ഷേ അത് കഴിഞ്ഞ് നമുക്കധികം മുന്നോട്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇതാണ് ഏകദേശം അതിൻ്റെ ഒരു സാമ്പിൾ. 1980ലും 90ലും ഉണ്ടാക്കിയ മോഡലിൻ്റെ ഏകദേശം ഒരു സാമ്പിൾ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ വലിയൊരു ന്യൂറൽ നെറ്റ്വർക്ക് ഉണ്ടാക്കും. അപ്പോൾ ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിനകത്ത് ഉള്ള ഒരു ഡേറ്റയും മാത്തമാറ്റിക്സും കൂടെ ചേർന്നിട്ടുള്ള ഒരു മെക്കാനിസമാണ്. വലിയൊരു നെറ്റ്വർക്ക് ഇങ്ങനെ ഉണ്ടാക്കും. അതിനകത്തേക്ക് ഇൻപുട്ട് നമുക്ക് പടങ്ങളോ അല്ലെങ്കിൽ സ്പീച്ചോ ഒക്കെ കൊടുക്കാം. അപ്പോൾ അത് നമുക്ക് വേണ്ട കാര്യങ്ങൾ ഓർത്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ റിക്കഗ്നൈസ് ചെയ്തൊക്കെ തരും. ഇതായിരുന്നു അന്നത്തെ സ്കീം. അപ്പോൾ അതിനകത്ത് ഉള്ളത് ഒരു ഇൻപുട്ട് ഡേറ്റയാണ്, പിന്നെ മറ്റൊന്ന് നമുക്ക് ഒരു മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ഉണ്ട്, അത് കുറച്ച് ഔട്ട്പുട്ട് കിട്ടും. ഉദാഹരണം ഇത് തന്നെയാണ് നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ഫോണിലൊക്കെ എടുത്ത് ചെയ്യുന്നത്. നിങ്ങൾ ഫോണിലെടുത്തിട്ട് നിങ്ങൾ ഫേസ് ലോക്ക്, ഇപ്പോൾ എൻ്റെ ഫോൺ എടുത്തിട്ട് എൻ്റെ മുഖത്തേക്ക് കാണിച്ചാൽ അത് അപ്പോൾ തുറന്നു തരും അല്ലേ. അപ്പോൾ എൻ്റെ ഫേസാണ് അതിൻ്റെ ഇൻപുട്ട് ഡേറ്റ ആയിട്ട് കൊടുക്കുന്നത്. അതിനകത്തൊരു മാത്തമാറ്റിക്കൽ അൽഗോരിതം ഉണ്ട്. അത്
അവസാനം ഔട്ട്പുട്ടായിട്ട് കിട്ടുന്ന ഫേസ് ഫോൺ തുറക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ഓപ്പറേഷൻ നമ്മളിപ്പോൾ പല സ്ഥലത്തും ഉപയോഗിക്കുന്നുണ്ട്, കറൻ്റ്ലി നമ്മൾ പല സ്ഥലത്തും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതിലേക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ ഇനി അടുത്തത് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇനി ഈ ഇങ്ങനത്തെ ഒരു ന്യൂറൽ നെറ്റ്വർക്കിന്, ഈ കാണുന്ന സാധനത്തിനെ നമ്മൾ വെറുതെ കാണിച്ചാൽ പോരാ. നമ്മൾ വെറുതെ നിങ്ങൾ ഡേറ്റ എടുത്ത് കാണിച്ചാൽ ഫോൺ തുറക്കൂല. അപ്പോൾ നിങ്ങൾ ഈ ഫിംഗർ ലോക്കൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ട് നിങ്ങൾ ഫിംഗർ തൊട്ട് ഒരു 5-6 തവണ തൊടും, അല്ലെങ്കിൽ നിങ്ങളുടെ മുഖം പലതവണ കാണിക്കും. അപ്പോൾ അത് ആ സാധനത്തെ ട്രെയിൻ ചെയ്യുക ചെയ്യും. നിങ്ങളുടെ മുഖം ഇങ്ങനെയാണ് ഇരിക്കുന്നത്, നമ്മൾ ട്രെയിൻ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഈ ഔട്ട്പുട്ട് വരുന്നത്. അപ്പോൾ ഇതേപോലെ അപ്പോൾ ഇതും മനുഷ്യൻ്റെ സ്ഥാനത്ത് നിന്നാണ് തുടങ്ങി. നമ്മൾ കമ്പ്യൂട്ടറിനെ അത് പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്, മനുഷ്യക്കുട്ടികളെ എങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് എന്നതിൽ നിന്നാണ് തുടങ്ങിയത്. മനുഷ്യക്കുട്ടികളെ നിങ്ങളത് ആലോചിച്ചോ, നമ്മൾ വളരെ ചെറിയൊരു കുട്ടിയെ നമ്മൾ ഒരു പുതിയ കാര്യം പഠിപ്പിക്കാനായിട്ട് നമ്മൾ എക്സാമ്പിൾസ് കാണിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു സാമ്പിൾ കാണിച്ചേക്കുന്നത് ഒരു സ്ഥലത്ത് കാറും ഒരു സ്ഥലത്ത് ബസ്സിൻ്റെയും എക്സാമ്പിൾസ് ഉണ്ട്, കണ്ടോ? കുറേ സാമ്പിൾ സാധനങ്ങൾ കാണിച്ചിട്ടുണ്ട് കുട്ടിയെ. അപ്പോൾ കുട്ടീനെ നമ്മൾ പറയും, നമ്മൾ പ്രോബ്ലി മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ ഹാവ് കിഡ്സ് അറ്റ് ഹോം. നമ്മൾ പറയുന്നത് ഇതാണ് ഇത് ഫാൻ, ഇത് വാച്ച്, ഇതെങ്ങനെ ഓരോ സാധനം ഇങ്ങനെ കാണിച്ചിട്ട് കുട്ടിയെ കൊണ്ടത് പറയിപ്പിക്കാൻ നോക്കും. അപ്പോൾ എസെൻഷ്യലി ഇവൻ്റെ തലയ്ക്കുള്ളിൽ ആ ന്യൂറോണുകൾ ഈ ഓരോ സാധനം കാണുമ്പോഴും അതുമായിട്ട് എന്തോ റിലേഷൻ അതിനകത്ത് ഉണ്ടാക്കി വയ്ക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ പല രീതിയിൽ കുട്ടികളെ അങ്ങ് ട്രെയിൻ ചെയ്യും. അപ്പോൾ കുട്ടികളെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഇനി അടുത്തത് ഈ കുട്ടീനെ നമ്മൾ ട്രെയിൻ ചെയ്ത് നമ്മൾ പുറത്തോട്ട് വിടുകയാണ് ചെയ്യുന്നത്. പുറത്തോട്ട് വിടുമ്പം ഇവൻ കാണുന്നത് ഇത്തരം പലതരം ബസ്സുകളാണ്. അപ്പോൾ ഇത് കുട്ടിയെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് റിക്കഗ്നൈസ് ചെയ്യും. വലതുവശത്ത് കാണുന്ന സാധാ KSRTC ബസ് മുതൽ നമ്മുടെ പൂഞ്ഞാറിലെ പുള്ളി വെള്ളത്തിലിറക്കിയ ബസ് വരെ ഉള്ള എല്ലാ സാധനവും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇത് ബസ്സാണെന്ന് അപ്പം പറയൂ അല്ലേ? അപ്പോൾ ഇത് നമ്മുടെ ട്രെയിനിങ് നമ്മുടെ ബ്രെയിനിനുള്ളിൽ ഈ സംഗതി ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സിമുലേറ്റ് ചെയ്യാമോ, അല്ലെങ്കിൽ ഇതുപോലെ ഈ നെറ്റ്വർക്കുകളെ തൊട്ട് മുമ്പ് ഞാൻ കാണിച്ച് ഇതുപോലത്തെ വലിയ നെറ്റ്വർക്കുകളെ ട്രെയിൻ ചെയ്തെടുക്കാമോ എന്നുള്ളതാണ് AI ചെയ്യുന്നത്. ഇപ്പോഴത്തെ കറണ്ട് AI ചെയ്യുന്ന വിദ്യ അതാണ്. അപ്പോൾ അതിന് നിങ്ങൾക്ക് കുട്ടിയെ കാണിക്കാനായിട്ട് ഒരു 2-3 വണ്ടി കാണിച്ചാൽ മതി. 2-3 വണ്ടി കാണിച്ചാൽ നമ്മുടെ ബ്രെയിൻ ഭയങ്കര കേപ്പബിൾ ആയതുകൊണ്ട് 2-3 എണ്ണം കാണിച്ചാൽ ഇവൻ തിരിഞ്ഞുള്ളതും മറിഞ്ഞുള്ളതും സൈഡിൽ നിന്നുള്ളതും എല്ലാം ഓട്ടോമാറ്റിക്കായി ക്യാപ്ചർ ചെയ്യും. പക്ഷേ കമ്പ്യൂട്ടറിനെ പിടിക്കണമെങ്കിൽ നിങ്ങൾ ഇതുപോലത്തെ വെള്ളത്തിനകത്ത് ഇറക്കുന്ന സാധനം കാണണമെങ്കിൽ അവനെ വെള്ളത്തിലുള്ള സാധനത്തിൻ്റെ എക്സാമ്പിൾ കാണിച്ചെങ്കിൽ ഇത് വെള്ളമാണെന്നും ഇത് ബസ്സിൻ്റെ പകുതി മുങ്ങിയതാണെന്ന് തിരിച്ചറിയണമെങ്കിൽ അങ്ങനത്തെ പലതരം ഇങ്ങനത്തെ ഡേറ്റ കൊണ്ട് ട്രെയിൻ ചെയ്തെങ്കിൽ ഇത് തിരിച്ചറിയൂ. അല്ലെങ്കിൽ വണ്ടി മറിയാൻ പോകുന്ന ഡേറ്റ കൊണ്ട് കാണിച്ചെങ്കിൽ അവൻ തിരിച്ചറിയൂ. അപ്പോൾ അതുകൊണ്ടാണ് ഡേറ്റ എന്നെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പലതരത്തിലുള്ള പല കോമ്പിനേഷനുള്ള ഡേറ്റയ്ക്ക് ഭയങ്കരമായ ഇതുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ അടുത്ത് നിന്ന് പലപ്പോഴും ഗൂഗിള് നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പറയുക. നിങ്ങൾക്ക് പലതരം ആപ്ലിക്കേഷനുകളൊക്കെ വരുന്നത് കണ്ടിട്ടില്ലേ? നിങ്ങൾ 90 വയസ്സായിരിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ ഇരിക്കും, 15 വയസ്സായിരിക്കും നിങ്ങൾ എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ പല സാധനങ്ങൾ വരുന്നില്ല. അപ്പോൾ ഇവരെല്ലാം ആക്ച്വലി ബാക്കിൽ ഇങ്ങനത്തെ ട്രെയിനിങ്സിന് വേണ്ടി ഡേറ്റ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വ്യാപകമായിട്ട് ഒരു കഴിഞ്ഞ 10 വർഷമായിട്ട് ധാരാളം ഡേറ്റ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഡേറ്റ കളക്ട് ചെയ്ത സാധനത്തിനെ കളക്ട് ചെയ്ത് വെച്ചു. പക്ഷേ നമുക്ക് ആ ന്യൂറൽ നെറ്റ്വർക്കുകൾ ട്രെയിൻ ചെയ്യണ്ടേ? ആ ട്രെയിനിങ് എന്ന് പറയുന്നത് ചില്ലറ പണിയല്ല. അപ്പോൾ അത് എന്താണ് ട്രെയിനിങ്ങിൻ്റെ വിഷയം എന്നുള്ളത് ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഫിസിക്കൽ എക്സാമ്പിളിൽ കൂടെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ആലോചിച്ച് നോക്കും. ഇത് നിങ്ങൾക്കെല്ലാം കണ്ടാൽ മനസ്സിലാവുന്നൊരു കാര്യമാണ്. എൻ്റെ കയ്യിൽ ഇടതുവശത്ത് 3 വാട്ടർ ടാങ്ക് ഉണ്ട്. ഒരെണ്ണത്തിനകത്ത് ഓരോന്നിലും പല നിറത്തിലുള്ള വെള്ളം വെച്ചിരിക്കുക. ഒന്നിന് പിങ്കോ, വാട്ട് ഇസ് ദ കളർ, ഒന്ന് ബ്ലൂവിലും ഒന്ന് പച്ച, 3 കളറുകൾ വെച്ചിരിക്കുക. അപ്പോൾ ഇതിൽ നിന്ന് ഓരോന്നിന്നും ഞാൻ ഈ നടുവിലുള്ള ടാങ്കിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോടത്തും എനിക്ക് വാൽവ് തിരിക്കാം. ഈ ടാങ്കുകൾ രണ്ടും വെള്ളത്തെ മിക്സ് ചെയ്യും. എന്നിട്ട് അതിൽ നിന്ന് ഞാൻ ഫൈനലി വേറെ ടാങ്കിൽ കൊണ്ടുവന്ന് ഇവിടെ ഒരു ഗ്ലാസ്സിൽ കൂടെ വെള്ളം എടുക്കാൻ നോക്കുക, അല്ലെങ്കിൽ ഒരു ടാപ്പിൽ കൂടെ വെള്ളം എടുക്കുക. അപ്പോൾ ഞാൻ പറയാം, എനിക്ക് മഞ്ഞ നിറത്തിലുള്ള വെള്ളം ഇതിൽ നിന്ന് കൊണ്ടുവരണം. ഇതിൽ നിന്ന് മഞ്ഞ നിറത്തിലുള്ള വെള്ളം കൊണ്ടുവരണം. നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും ടാപ്പ് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ അത് പോസിബിളാണോ നമുക്ക്? നിങ്ങൾ ആലോചിച്ച് നോക്കേ, അത് പോസിബിളാണ്. അത് പോസിബിളാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളിത് തിരിക്കണം. ഓരോ ടാപ്പും തിരിച്ച് അപ്പോൾ നമ്മളത് ചെയ്യും. വേണമെങ്കിൽ നമ്മൾ മനുഷ്യരെന്ന നിലയിൽ ഇതുപോലൊരു കുഞ്ഞു സാധനം നമുക്ക് വളരെ എളുപ്പത്തിൽ തിരിക്കാൻ പറ്റും. നമ്മൾ ഇത് തിരിച്ച് നമ്മൾ പലപ്പോഴും അങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് നിങ്ങൾ ഡ്രൈവിംഗ് ഒക്കെ പഠിക്കുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾ വണ്ടി ഇങ്ങോട്ട് തിരിയുമ്പോൾ വണ്ടി കുറച്ച് പാളും. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് തിരിക്കും. ഇങ്ങനെ തിരിച്ച് നമ്മൾ നേരെ വണ്ടി ഓടിക്കാൻ പഠിക്കും. അപ്പോൾ അതേപോലെ നമുക്കിത് തിരിച്ചിങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു ചെറിയ കാര്യമാണ്, ചെറിയ സാധനമാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ
ഇങ്ങനെ ടാപ്പുകൾ തിരിച്ച് റെഡിയാക്കിയെന്നിരിക്കട്ടെ, ഒരിക്കൽ മഞ്ഞ വെള്ളം വരാൻ തുടങ്ങി. അപ്പോൾ ഇനി ഇതേപോലെ വേറൊരു സ്ഥലത്ത് കൊണ്ട് വെക്കണം, ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ പണിയൊന്നും ചെയ്യണ്ട, നമുക്ക് ആ ടാപ്പിൻ്റെ പൊസിഷൻ മാത്രം അറിഞ്ഞാൽ മതി. ഈ വെള്ളം ഇതുപോലൊരു സാധനം കൊണ്ടുണ്ടാക്കുക, ഈ ടാപ്പിൻ്റെ പൊസിഷൻസ് അറിഞ്ഞാൽ നമുക്ക് വേറെ സ്ഥലത്ത് റിപ്ലിക്കേറ്റ് ചെയ്യാം. അപ്പം നമ്മൾ ഈ രണ്ട് കാര്യങ്ങൾ, അതായത് നമ്മൾ ടാപ്പിനെ തിരിച്ച് നേരെയാക്കിയതാണ് ട്രെയിനിങ്. ഇനി നമ്മൾ വേറെ സ്ഥലത്തുകൊണ്ട് റിപ്ലിക്കേറ്റ് ചെയ്യുന്നതാണ് ഇൻഫറൻസ്. അപ്പോൾ ആ ഇൻഫറൻസ് നടത്താനായിട്ട് നമുക്ക് ഈ ഒരു വെർഷനോ വേണ്ട, നിങ്ങൾക്ക് ഈ ടാപ്പിൻ്റെ പൊസിഷൻസ് അറിയാമെങ്കിൽ നമുക്ക് ഒരു സ്ഥലത്ത് കൊണ്ടുവെക്കാം. അപ്പോൾ ഇതുപോലെയാണ് നിങ്ങളുടെ ന്യൂറൽ നെറ്റ്വർക്കുകളെ ട്രെയിൻ ചെയ്യുന്നത്. വലിയ ഒമ്പൻ ന്യൂറൽ നെറ്റ്വർക്കുകളുണ്ടാവും. അപ്പോൾ ഇനി നമ്മൾ പറഞ്ഞു വരുന്നത് ഈ ടാപ്പിൻ്റെ പൊസിഷൻസ് ഇല്ലേ, എവിടെയൊക്കെയാണ്, അതിനെ നമ്മൾ വെയിറ്റുകൾ എന്നാണ് വിളിക്കുക. ടാപ്പിൻ്റെ പൊസിഷൻസിനെ വെയിറ്റുകൾ എന്നാണ് വിളിക്കുക. ഈ നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന പല ഡിഫറെൻറ്റ് കളറിലുള്ള വെള്ളത്തിനെ നമ്മൾ ഡേറ്റ എന്നാണ് കൊടുക്കുക, മറ്റേത് വെയിറ്റാണ്. ഇനി മിക്സ് ചെയ്യുന്ന സാധനമാണ് ഇതിൻ്റെ മാത്സ്. മിക്സ് ചെയ്യുന്ന സാധനം പലതരത്തിലുള്ള മാത്സ് ഉണ്ട്. അപ്പോൾ ആ മാത്തമാറ്റിക്കൽ സാധനം വെച്ചിട്ട് ആളുകൾക്ക് ഇത് മിക്സ് ചെയ്യാൻ പറ്റും. അതിന് ഔട്ട്പുട്ട് കിട്ടുന്നതാണ്, അല്ലെങ്കിൽ ഇവിടെ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നതാണ് നിങ്ങളുടെ ഫൈനൽ, ആ മഞ്ഞ വെള്ളമാണ് നിങ്ങളുടെ ഔട്ട്പുട്ട്. അപ്പോൾ ഇത്തരം സാധനങ്ങൾ ആണ് ഇനി ഇതിൻ്റെ ഒരു മാത്തമാറ്റിക്കലി നമ്മളുടെ കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സിൻ്റെ ഭാഷയിൽ ഇതിനിങ്ങനെയാണ് കാണിക്കുന്നത്. ഒരു സെറ്റ് ഇൻപുട്സ് ഉണ്ടാവും, ഇനി എല്ലാം പലതരത്തിലുള്ള വെയിറ്റുകളുണ്ടാവും, പലതരത്തിൽ ഉള്ള ന്യൂറോണുകളുണ്ടാവും, ആർട്ടിഫിഷ്യൽ ന്യൂറോണുകളുണ്ടാവും, ഇതിനെല്ലാം കൂടെ ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ ഇത്തരം ഹ്യൂജ് നെറ്റ്വർക്കുകളെ ട്രെയിൻ ചെയ്തിട്ടാണ് നിങ്ങളുടെ ചാറ്റ് GPT അല്ലെങ്കിൽ ഓപ്പൺ AI, ഡീപ് സീക്ക് ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ വളരെ മിനിമലായിട്ടാണ് ഈ കഥ എന്താണെന്ന് പറഞ്ഞ്, ട്രെയിനിങ് എന്താണെന്നും അതുപോലെ ഡേറ്റ എന്താണെന്നും ഇനി ഔട്ട്പുട്ട് ഇനി എന്താണ് വിഷയങ്ങൾ എന്നുള്ളത് ഞാൻ വളരെ വളരെ ഒട്ടും മാത്തമാറ്റിക്കലല്ല. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞതിൽ ചില മാത്തമാറ്റിക്കൽ ഇഷ്യൂസും ഉണ്ട്. ഇത് മാത്തമാറ്റിക്സിൽ നോക്കുമ്പോൾ ഇത് വളരെ സിംപ്ലിഫൈ ചെയ്തിട്ടാണ് ഞാനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ ഇത്തരം വമ്പൻ നെറ്റ്വർക്കുകളാണ്. അപ്പോൾ ഇത് നേരെ കുഞ്ഞാ. അപ്പോൾ നമ്മുടെ ഓപ്പൺ AI അല്ലെങ്കിൽ ചാറ്റ് GPT ഈയുടെ വെയിറ്റ്, നമ്മളെ ടാപ്പിൻ്റെ പൊസിഷനാണ് വെയിറ്റ് എന്ന് പറഞ്ഞത്. അത് 1.7 ട്രില്യൺ വെയിറ്റുകളാണ് ഉപയോഗിച്ചത് അവർ ട്രെയിൻ ചെയ്യാനായിട്ട്. 1.7 ട്രില്യൺ വെയിറ്റുകളിൽ ഉള്ള ഒരു വലിയ ന്യൂറൽ നെറ്റ്വർക്ക്. ഇതുപോലെയല്ല, അത് പല ലെയറിൽ പല വലിയ ഹ്യൂജ് നെറ്റ്വർക്ക് ആയിരിക്കും. അപ്പോൾ അതിനെ ട്രെയിൻ ചെയ്യാനായിട്ട് അവർ 8 മാസം മറ്റും എടുത്തു, എത്രയോ ക്രോർസ് ഉപയോഗിച്ചു ആ ട്രെയിനിങ്ങിന് വേണ്ട. അപ്പോൾ ട്രെയിനിങ്ങിന് വേണ്ട കോസ്റ്റ് എന്ന് പറയുന്നത്, ഒന്നാമത് ഇത് ട്രെയിൻ ചെയ്യണമെങ്കിൽ, ഇങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ടാപ്പ് തിരിക്കണ്ടേ. ആ ടാപ്പ് തിരിക്കാനായിട്ട് കമ്പ്യൂട്ടിംഗ് പവർ വേണം, അല്ലെങ്കിൽ ആ വെയിറ്റുകൾ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കമ്പ്യൂട്ടിംഗ് പവറുകൾ വേണം. ആ തിരിക്കാനുള്ള കമ്പ്യൂട്ടിംഗ് സാധനങ്ങളെ GPUകൾ ഉപയോഗിച്ചിട്ടാണ് നടത്തുന്നത്, അല്ലെങ്കിൽ GPU അല്ലെങ്കിൽ ഗ്രാഫിക്കൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. അത് NVIDIA എന്ന് പറഞ്ഞാൽ അവരാണ് അതിൻ്റെ മാർക്കറ്റ് ലീഡർ. നമ്മുടെ ഓപ്പൺ AIയുടെ ഡേറ്റാ സെൻറ്റർ എന്ന് പറയുന്നത് ഏതാണ്ട് 30 ലക്ഷമോ മറ്റോ ഉള്ള സ്ക്വയർ ഫീറ്റുള്ള വലിയ ബിൽഡിങ്ങിൽ 5 മെഗാവാട്ട് പവർ ഉപയോഗിക്കുന്ന തരം ഡേറ്റാ സെൻറ്റർ ഉപയോഗിച്ചിട്ടാണ് അവർ ട്രെയിൻ ചെയ്തത്. അപ്പോൾ ഇറ്റ്സ് എ ഹ്യൂജ് തിങ്. അപ്പോൾ ഇനി ഇത്രയും കാലം ഇവർ വിചാരിച്ചിരുന്നത് ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാൻ ഇതിനെ വലുതാക്കിയാൽ മതി. അതായിരുന്നു ഇവരുടെയൊക്കെ സ്കീം. ഈ US പല ആളുകളുടെയും സ്കീമെന്ന് പറയുന്നത് ഇത് വലുതാക്കുക എന്നല്ല. അപ്പോൾ അവർ ഈ വെയിറ്റുകൾ, നമ്മളുണ്ടാക്കിയ വെയിറ്റുകൾ, ആ വെയിറ്റാണ് അവരുടെ പ്രോപ്പർട്ടി. അവർ പലതരം ഡേറ്റ ഉപയോഗിച്ച്, നമ്മളുടെ അടുത്ത് കളക്ട് ചെയ്യുന്ന ഡേറ്റ ഉപയോഗിച്ചിട്ട് ആളുകളെ പലതരത്തിലുള്ള ട്രെയിനിങ്സ് നടത്തിയിട്ട് ആ വെയിറ്റ് മെട്രിക്സ് ആണ് ഇവരുടെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയായിട്ട് അവർ കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതവർ പുറത്തു വിടില്ല. രണ്ട് കാര്യം, അതുപോലെ അവർ ട്രെയിൻ ചെയ്ത ഡേറ്റയും പുറത്തു വിടില്ല, അവർ ഈ വെയിറ്റ് മെട്രിക്സ് നമുക്ക് പുറത്തു വിടില്ല. പകരം നമ്മളെ ഇത് ഉപയോഗിക്കാൻ സമ്മതിക്കും. അവർ ഒരു സ്ഥലത്ത് ഇത് ഓണാക്കി വെച്ചിട്ടുണ്ട്, ഈ സാധനം ഓണാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് എനിക്ക് 10 പേജുള്ള ഒരു ആർട്ടിക്കിൾ എഴുതി തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രെയിൻ ചെയ്ത മോഡലിൽ ചെന്നിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് നമുക്കിങ്ങ് തരും. അപ്പോൾ അതിനാണ് പൈസ വാങ്ങിക്കുന്നത്, അല്ലെങ്കിൽ ആ ക്ലൗഡിലുള്ള ഈ സർവീസിനാണ് അവർ പൈസ വാങ്ങിച്ചുകൊണ്ടിരുന്നത് ഇത്രയും കാലം. കാരണം അവർ നമുക്ക് ഈ വെയിറ്റ് മെട്രിക്സ് തരൂല. വെയിറ്റ് അല്ലെങ്കിൽ ഇതിൽ ഹൈലി സ്കെയിലബിൾ ആയിട്ടുള്ള വെയിറ്റുകൾ നമുക്ക് തരൂല. തന്നാൽ തന്നെ, ഇനിയിപ്പോൾ അത് തന്നെന്ന് തന്നെ ഇരിക്കട്ടെ, ഇഫ് യു ബൈ ദ എൻ്റയർ തിങ്. അപ്പോൾ അത് നമ്മുടെ ഇവിടെ ലോക്കലി റൺ ചെയ്യാനായിട്ട് ഹ്യൂജ് കമ്പ്യൂട്ടിംഗ് പവർ വേണം. അതായത് നമ്മുടെ ഇതുപോലത്തെ കമ്പ്യൂട്ടറുകളിൽ, അല്ലെങ്കിൽ ഇതുപോലത്തെ 50 കമ്പ്യൂട്ടറിലോ 100 കമ്പ്യൂട്ടറോ പോരാ. അപ്പോൾ വി നീഡ് GPU ഫാം. അപ്പോൾ ഇത് ഒരു ഭയങ്കര കൊമേഴ്സ്യൽ കേപ്പബിലിറ്റി ഉള്ള കാര്യമായതുകൊണ്ട് US ചെയ്തതെന്ന് വെച്ചാൽ ഈ കട്ടിങ് എഡ്ജ് GPUകളെ, അതായത് ഏറ്റവും പുത്തൻ GPUകളെ ചൈന പോലുള്ള സ്ഥലത്തേക്ക് അവർ എക്സ്പോർട്ട് ചെയ്യാൻ സമ്മതിക്കുകയില്ല.
അപ്പോൾ അവർക്ക് ഇത് കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് ഈ ഇതുപോലത്തെ ഒരു സാധനം ട്രെയിൻ ചെയ്തുണ്ടാക്കാൻ പറ്റും. ഇതുപോലെ നിങ്ങൾക്ക് വലിയ GPU ഫാമും ഡേറ്റ പ്രോബബ്ലി എവരിബഡി ഹാസ്, എല്ലാ കമ്പനിയും ഡേറ്റ കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഡേറ്റ എടുത്ത് ട്രെയിൻ ചെയ്തു. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കാനായിട്ട്, ഇതുപോലെ ചെയ്യാതിരിക്കാനായിട്ട്, അല്ലെങ്കിൽ ഇതിന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാതിരിക്കാനായിട്ട് ഇവർ എക്സ്പോർട്ട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു നിറയെ. അപ്പോൾ എക്സ്പോർട്ട് റെസ്ട്രിക്ഷൻസ്, അപ്പോൾ അങ്ങനത്തെ സ്ഥിതിയിൽ ആണ് ഈ ചൈനീസ് റിസർച്ച് ഗ്രൂപ്പ്, അവർ എന്ന് വെച്ചാൽ റിസർച്ച് ഗ്രൂപ്പ് നല്ലവണ്ണം മാത്തമാറ്റിക്കൽ ടാലൻ്റുള്ള ടോപ്പ് യൂണിവേഴ്സിറ്റിയിലെ PhD-കാർ 50 പേരോ 100 പേരോ മറ്റോ ചേർന്നിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ചെയ്തത്. അപ്പോൾ അവർ ഇതിന് കുറച്ചുകൂടെ ലോവർ എൻഡ് GPU-കൾ അവൈലബിൾ ആണ്. അപ്പോൾ അത് നമുക്ക് ഗെയിം കളിക്കാനൊക്കെയുള്ള ഇവിടെ പലതരത്തിലുള്ള GPU-കൾ കിട്ടുന്നത്. ആ GPU അല്ല, അതിനേക്കാളും കുറച്ചുകൂടെ ഹയർ എൻഡിലുള്ള GPU-കൾ ശരിക്കും മാർക്കറ്റിൽ അവൈലബിൾ ആയ GPU-കളുണ്ട്. അതുപയോഗിച്ച് ഇതിൻ്റെ എഫിഷ്യൻസി കൂട്ടാമോ എന്നാണ് അവർ ശ്രമിച്ചത്. അപ്പോൾ അവരുടെ പേപ്പർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ പേപ്പറിൽ അവർ ഈ പ്രോസസ്സ്, അതായത് അമേരിക്കൻ അല്ലെങ്കിൽ വെസ്റ്റേൺ കമ്പനികൾ ചെയ്തുകൊണ്ടിരുന്ന, അവർ വളരെ മറ്റേ ബ്രൂട്ട് ഫോഴ്സായിട്ട് മസിൽ പവർ ഉപയോഗിച്ച് ചെയ്തുകൊണ്ടിരുന്ന കാര്യം കുറച്ചുകൂടി ബുദ്ധിപൂർവ്വം ഈ ട്രെയിനിങ് പ്രോസസ്സും അതുപോലെ ഡേറ്റ ഓർഗനൈസേഷൻ ഇതെല്ലാം അവർ കുറച്ചുകൂടെ ഓപ്റ്റിമൈസ് ചെയ്യാമോ എന്നാണ് ഇവർ നോക്കിയത്. അപ്പോൾ അതിൻ്റെ ടെക്നിക്കൽ പേപ്പറിൽ അത് കൃത്യമായിട്ട് അവർ എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്തത്, ഇതാണ് നമ്മളുടെ സെറ്റപ്പ്, ഇത് പ്രകാരം ആണ് ഞങ്ങൾ ട്രെയിൻ ചെയ്തത്. അപ്പോൾ എന്നിട്ട് അവർ അവസാനം ചെയ്ത പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മോഡൽ മറ്റേത് 1.7 ട്രില്യൺ പാരാമീറ്റർ ആണെങ്കിൽ ഇത് 671 ബില്യണോ മറ്റോ ഉള്ളൂ ഇവരുടെ മോഡലിന്. അപ്പോൾ ഇറ്റ്സ് എ വെരി ഹ്യൂജ് റിഡക്ഷൻ ഇൻ സൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് കൊണ്ട് ഡിപ്ലോയ് ചെയ്യണമെങ്കിൽ, നമ്മുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ കേരളത്തിലെ ഗവൺമെൻറ്റിന് ഒന്ന് ഡിപ്ലോയ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡിപ്ലോയബിളായ ഒരു സൈസിലേക്ക്, എന്നുവെച്ചാൽ അത്തരം അത്രയും സൈസുള്ള GPU-കൾ മതി, GPU ഫാം മതി നമുക്കിത് ഡിപ്ലോയ് ചെയ്യാൻ. ആ ലെവലിലേക്ക് ഇതിനെ ഈ വെയ്റ്റ് മെട്രിക്സിനെ താത്തിക്കൊണ്ട് പോകുന്നു. അപ്പോൾ അത് കൂടാതെ ഇവർ ഈ സംഭവം ഇതാണ് ഞങ്ങളുടെ വെയ്റ്റ് മെട്രിക്സ്, ഇത് നിങ്ങൾ ഉപയോഗിച്ചോളാൻ പറഞ്ഞു. ഈ വെയ്റ്റ് മെട്രിക്സ് ഞങ്ങൾ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചാറ്റ് GPT-ക്ക് സമാനമായ ഒരു ട്രെയിനിങ് നടത്തിയിട്ടുണ്ട്, ഇതിനെ നിങ്ങൾ ഉപയോഗിച്ചു. പ്ലസ് അപ്പോൾ ഇതാണ് അവർ ചെയ്ത ഒരു മെയിൻ കാര്യം. ഇത് കൂടാതെ അവർ ഈ വലിയ മോഡലുകളിൽ നിന്ന് നമുക്ക് കുറച്ചുകൂടി ചെറിയ മോഡൽസ് ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഈ വെയ്റ്റ് മെട്രിക്സ്, ഇങ്ങനത്തെ ഈ വെയ്റ്റ് മെട്രിക്സിൽ നിന്ന് നിങ്ങൾക്ക് സ്കെയിൽ ഡൗൺ ചെയ്യാം. പ്രത്യേകിച്ചും അപ്പോൾ നിങ്ങളുടെ ഈ ഉത്തരത്തിൻ്റെ ക്വാളിറ്റി കുറയുമെന്നേ ഉള്ളൂ, ഉത്തരത്തിൻ്റെ ഫൈനർ ക്വാളിറ്റി കുറയും. അപ്പോൾ ഉദാഹരണം ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഹൈ റെസൊല്യൂഷൻ ഫോട്ടോസ് ഇല്ലേ, പലപ്പോഴും ഇപ്പോഴത്തെ ക്യാമറയുണ്ട്, അതിനെ നമ്മൾ 10 KB 20 KB ആയിട്ട് പലപ്പോഴും നമ്മൾ PSC-ക്കൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് 20 KB വേണമെന്ന് പറയും. അപ്പോൾ എന്ത് പറ്റും, ആ ഫോട്ടോയും ഹൈ റെസൊല്യൂഷൻ ഫോട്ടോയും നോക്കി കഴിഞ്ഞാൽ അത് ഭയങ്കര ഡിഫറൻസ് ഉണ്ട് അല്ലേ, ആ ക്വാളിറ്റിയിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇവർ ഈ ഹൈ റെസൊല്യൂഷൻ അല്ലെ ടോപ്പ് എൻഡ് മോഡലിൽ നിന്ന് 6-7 ഡിസ്റ്റിൽഡ് മോഡൽസ് ഉണ്ടാക്കി തന്നു. ആ മോഡലുകൾ നിങ്ങൾക്ക് ഇതുപോലുള്ള മെഷീനുകൾ ഓടാവുന്ന പോലത്തെയുള്ള കുഞ്ഞൻ മോഡലുകൾ ഉണ്ടാക്കി തന്നു. അപ്പോൾ ഇതുപോലത്തെ മോഡലുകൾ, ഓപ്പൺ മോഡലുകൾ നേരത്തെ ഉണ്ട് പലരും ചെയ്തത്, പക്ഷേ അതിനൊന്നും ഈ ക്വാളിറ്റി ഉണ്ടായിരുന്നില്ല. ആളുകൾ ഇഷ്ടംപോലെ മോഡലുകൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയ GPU സെറ്റപ്പ് ഉണ്ടെങ്കിൽ വി ക്യാൻ ബിൽഡ് സം സ്മോൾ മോഡൽസ്. അപ്പോൾ ഇവർ ചെയ്തത് ഈ മോഡലുകളും അല്ലെങ്കിൽ ഈ ഡിസ്റ്റിൽഡ് മോഡലുകൾ ഉണ്ടാക്കി തന്നു. അപ്പോൾ ആ ഡിസ്റ്റിൽഡ് മോഡലുകളുടെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ ഫോൺ മുതൽ ലാപ്ടോപ്പുകളിൽ വരെ ഓടാവുന്ന കുഞ്ഞൻ മോഡലുകൾ ഇപ്പോൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. നിങ്ങളുടെ സാധനത്തിൽ ഓടിച്ചിട്ട് നിങ്ങൾക്ക് ചാറ്റ് GPT പോലെ ഒരു സാധനം ഓടിക്കാൻ ഒരു പാടുമില്ല. അപ്പോൾ ഇതാണ് ഇപ്പോൾ നടന്ന ആ ഡിസ്റപ്ഷൻ. അപ്പോൾ ഇതിനകത്ത് 2 തരത്തിലുള്ള ഡിസ്റപ്ഷനാണ് ഉണ്ടായത്. ഒന്ന്, NVIDIA-യുടെ അപ്രമാദിത്വത്തിനാണ് ഒരു വലിയ കുഴപ്പം വന്നത്. അവരുടെ ഹൈ എൻഡ് സാധനത്തിൻ്റെ മാർക്കറ്റ് ഇടിഞ്ഞു, ഒറ്റ ദിവസം കൊണ്ട് ഇടിഞ്ഞു. അതുകൊണ്ടാണ് NVIDIA-ക്ക് വലിയ തോതിൽ ഉള്ള ഒരു മാർക്കറ്റ് ഷെയർ ഫോൾ ഉണ്ടായത്. പക്ഷേ ഇറ്റ് ഡസൻ മീൻ ദാറ്റ് NVIDIA ഇറ്റ്സ് ഗോയിങ് ടു ഡൈ. അപ്പോൾ ഇപ്പോൾ എന്താ വെച്ചാൽ NVIDIA-യുടെ ചിപ്പുകൾക്കുള്ള ഡിമാൻഡ് ഇനി ഉടൻ കൂടാൻ പോവുകയാണ്. പലതരത്തിൽ കൂടും, കാരണം ഒരുപാട് ആളുകൾ ഇതിലേക്ക് തിരിഞ്ഞുന്നുണ്ട്. അപ്പം വി നീഡ് എ ലോവർ എൻഡ് സാധനങ്ങൾ മതി എന്ന്. അപ്പോൾ NVIDIA-യുടെ വിൽ ഡെഫിനറ്റ്ലി പിക്കപ്പ്. പക്ഷേ നിങ്ങൾക്ക് സർവീസ് വിറ്റുകൊണ്ടിരുന്നത്, നിങ്ങൾ ചാറ്റ് GPT അല്ലെങ്കിൽ ഓപ്പൺ ജെമിനി പോലെയുള്ള സർവീസ് വിറ്റുകൊണ്ടിരുന്ന ആൾക്കാരുടെ കാര്യമാണ് ഡിസ്റപ്ഷൻ ഉണ്ടായത്. അത് വളരെ ചീപ്പറായിട്ട് ഇവർക്ക് വിൽക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺ ഡേറ്റാ സെൻറ്റർ ഡിപ്ലോയ് ചെയ്യാം, അല്ലെങ്കിൽ അവരോട് വളരെ ചെറിയ ഇതിൽ നിങ്ങൾക്ക് ഇതിൻ്റെ സർവീസ് എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഇത് ടോട്ടലി വെസ്റ്റിൽ അവർ ടേക്കൺ എ ബാക്ക് ആയിപ്പോൾ. ദേ വർ എക്സ്പെക്ടിങ് ദാറ്റ് ദിസ് ഈസ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ. അവരവരുടെ മസിൽ പവർ കൊണ്ട് കുറേ കാലം കൂടി ഇത് ഓടിക്കാമെന്നായിരുന്നു കരുതിയിരുന്നത്. ആ ഡിസ്റപ്ഷനാണ് ഇപ്പോൾ ഉണ്ടായത്. അപ്പോൾ ഇനി ഇതിൻ്റെ ഇംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
പലതരത്തിലാണ്. ഒന്ന്, നമുക്ക് ഇതിനെ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇപ്പോൾ ഉണ്ടായി. അപ്പോൾ നമുക്ക് ഡിസ്റ്റിൽ ചെയ്ത മോഡലുകളെ നമുക്ക് റീട്രെയിൻ ചെയ്യാൻ പറ്റും. നമുക്ക് ചൈനക്കാരുടെ മോഡൽ എടുത്ത് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്കതിനെ നമ്മുടെ സീഡിറ്റിലോ അല്ലെങ്കിൽ ഐസിഫോസിലോ ഹോസ്റ്റ് ചെയ്തിട്ട് അതിനെ റീട്രെയിൻ ചെയ്താൽ നമുക്ക് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസിന് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് മലയാളത്തിൽ വർക്ക് ചെയ്യുന്ന സാധനങ്ങളില്ല. മലയാളത്തിൻ്റെ സ്പീച്ച്, മലയാളത്തിൻ്റെ OCR, ഇങ്ങനത്തെ സാധനങ്ങൾ വളരെ അപൂർവമായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അല്ലെങ്കിൽ അതിന് ഭയങ്കര അക്യുറസി കുറവാണ്. അതിൻ്റെ കാര്യം, നമുക്ക് ഈ ഡേറ്റ ഇല്ല, നമുക്ക് അത് ട്രെയിൻ ചെയ്യാനുള്ള GPU ഇല്ല. അപ്പം നമ്മളുടെ ലോക്കൽ ആയിട്ടുള്ള സാധനങ്ങൾ വളരെ എളുപ്പത്തിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. എനിക്കൊന്ന് കുറച്ചധികം പേര് ഗവൺമെൻറ്റിലൊക്കെ ജോലി ചെയ്യുന്നത്. അപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം ഗവൺമെൻറ്റിൽ സംഭവിക്കാൻ പോകുന്നത്. നമുക്ക് ഒരു കേരള സർവീസ് റൂൾസ് ഉണ്ട് അല്ലേ? ആദ്യം 54 മുതൽ വരെ തുടങ്ങിയിട്ടുള്ള സർവീസ് റൂളാണ്. അപ്പോൾ അതിന് ആയിരക്കണക്കിന് മോഡിഫിക്കേഷൻ ഉണ്ട്, പലതരം ഓർഡർ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് ഒരു പർട്ടിക്കുലർ സാധനം ലീവ് എടുക്കാമോ എന്ന് ചോദിച്ചാൽ ആരോട് ചോദിച്ചാലും അറിഞ്ഞൂടാ. അപ്പോൾ നമുക്ക് ഒരു LLMനെ ഈ സർവീസ് റൂളും അതിനുള്ള സകല ഓർഡർ കൊടുത്തിട്ട് ഇതിനെ റീട്രെയിൻ ചെയ്യാം. എന്ന് വെച്ചാൽ ഇതുപോലെ ഒരു സാധനത്തിന് എടുത്തിട്ട് അതിന് റീട്രെയിൻ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അത് ഇവിടുത്തെ ഏറ്റവും നല്ല സർവീസ് കൺസൾട്ടൻ്റായി മാറും. അപ്പോൾ ഇങ്ങനത്തെ 100 തരത്തിന് ലോക്കൽ ആപ്ലിക്കേഷൻസ് വരാൻ പോവുകയാണ്. അപ്പോൾ സോ ദാറ്റ് മീൻസ് there will be a huge amount of disruption in the market. അപ്പോൾ ഇതിനകത്ത് 2 കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, ഡേറ്റ ആണ്. ഈ ഡേറ്റ, ഈ ചൈനീസ് മോഡൽ ഡേറ്റ മോഷ്ടിക്കുമെന്നാണ് പറഞ്ഞ ആദ്യത്തെ ആരോപണം. ഉറപ്പായിട്ട് മോഷ്ടിക്കും. നിങ്ങൾ ചൈനീസ് മോഡലിൽ ഏത് മോഡലായാലും ഏത് ക്ലൗഡ് സർവീസിലേക്ക് നിങ്ങൾ ഡേറ്റ ആധാർ കാർഡ് എടുത്ത് കൊടുത്താൽ അവനവിടെ സൂക്ഷിക്കുന്നുണ്ടാവും. അത് ഉറപ്പാണത്. അതിനകത്ത് ആർക്കും തർക്കമില്ല. അത് ഇതേ കാര്യം തന്നെ ഗൂഗിൾ ചെയ്യുന്നത്. നിങ്ങൾ ജിമെയിലിൽ നിങ്ങളുടെ ആധാരം എല്ലാം കൂടെ എടുത്ത് അയക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവൻ്റെ ഒരു കോപ്പി അവൻ്റെ കയ്യിലായി. സോ ഹീ ക്യാൻ, ഇപ്പോൾ ഇന്ത്യയിലെ ആധാർ കാർഡുകൾ മൊത്തം നോക്കിയിട്ട് അവന് ഒരു സാധനം ഉണ്ടാക്കണേ, ഹി ഹാസ് ദ ഡേറ്റ. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നിങ്ങൾ ഏത് സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്താലും ഇതുണ്ടാകുന്നത്. അപ്പോൾ ഗവൺമെൻറ്, ഇന്ത്യ പോലത്തെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുക എന്നുള്ളതാണ് ചെയ്യാവുന്നത്. ഈ മോഡലുകൾ എടുത്തിട്ട് നമ്മുടെ ഓൺ പ്രോഡക്ട്സ് ഉണ്ടാക്കുക. അപ്പോൾ നമ്മുടെ രാജ്യത്ത് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷൻ തന്നെ ആയിരിക്കും ഇത് നിൽക്കുക. നമ്മുടെ ഈ ChatGPT പോലെയുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ അതുപോലെയുള്ള LLMകളുടെ ചാറ്റ് ബോട്ടുകൾ നമുക്ക് ഓൺ ഉണ്ടാക്കാം. അപ്പോൾ പലപ്പോഴും ഈ ആളുകൾ ഇത് ചൈനക്കാർ ഇത് കൊണ്ടുപോകുമെന്ന് പറയുന്നതിൻ്റെ കാര്യം, ഇവർക്ക് ഈ മോഡലും ചാറ്റ് ബോട്ടും തമ്മിൽ ഡിഫറൻസ് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. മോഡൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മാത്തമാറ്റിക്കൽ സ്ട്രക്ചറും അതിൻ്റെ വെയ്റ്റ് മെട്രിക്സുമാണ്. അതിന് സ്വന്തമായിട്ട് ഡേറ്റ കൊണ്ടുപോകാൻ പറ്റില്ല. ഡേറ്റ മോഷ്ടിക്കാനുള്ള കേപ്പബിലിറ്റി ഇല്ല. അപ്പം ഡേറ്റ മോഷ്ടിക്കാനുള്ള റാപ്പർ നമ്മൾ എഴുതി കൊടുക്കണം. അതിൻ്റെ ഫ്രണ്ടിൽ നിങ്ങൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ അതുകൊണ്ടാണ് ദലൈലാമയെക്കുറിച്ച് ചോദിച്ചപ്പോൾ വന്നില്ല എന്ന് ആളുകൾ പറയുന്നത്. അത് ആ ഒറിജിനൽ മോഡൽ തരുന്നുണ്ട്, പക്ഷേ ചൈനക്കാരുടെ ഫയർവാളും ചൈനക്കാരുടെ സാധനങ്ങളും അത് ഫിൽട്ടർ ചെയ്ത് വിടുന്നതുകൊണ്ടാണ് നമുക്ക് ഇത് കിട്ടാത്തത്. ഇനി അതുപോലെ കമ്പ്യൂട്ടിംഗ് പവർ, ഈ GPU ഒരു ഭയങ്കര കണ്ടൻഷ്യസ് അല്ലെങ്കിൽ വളരെ ക്രിട്ടിക്കലായ ഒരു ഇൻഫ്രാസ്ട്രക്ചറായി മാറും ഇനി അങ്ങോട്ട് വരുമ്പോൾ. അപ്പോൾ അതിലും ചില ജിയോ പൊളിറ്റിക്കൽ പ്രശ്നങ്ങളുണ്ട്. കാരണം അമേരിക്കൻ കമ്പനികളാണ് ഇതിന് ലീഡ് ചെയ്യുന്നത്. NVIDIA, AMD ആണ് ലീഡിങ് പ്രൊഡ്യൂസേഴ്സ്. പക്ഷേ ഇവരുടെയൊക്കെ ഡിസൈൻസിനെ ഫാബ്രിക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആക്ച്വൽ മാനുഫാക്ചർ ചെയ്യുന്നത് തൈവാനിലാണ്. അപ്പോൾ തൈവാൻ ആക്ച്വലി ചൈന പറയുന്നത് അവരുടെ ഒരു പ്രോവിൻസ് ആണെന്നാണ്. അപ്പോൾ ഒരു സമയത്ത് ഈ ചൈന ഇതങ്ങ് ടേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ എൻറ്റയർ തിങ് വിൽ ബി ഗോൺ ദെയർ. അപ്പോൾ അതുകൊണ്ട് അതിന് ഭയങ്കരമായ ഒരു ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൽ ഈ ഡെവലപ്മെൻറ്റ് വലിയ ഒരു ഇതുണ്ട്, സിഗ്നിഫിക്കൻസ് ഉണ്ട്. ടോപ്പ് അമേരിക്കൻ കമ്പനികളിലെല്ലാം ചൈനീസ് പ്രസൻസ് ഭയങ്കര കൂടുതലാണ്. ഇന്ത്യക്കാരെക്കാളും കൂടുതൽ ചൈനയിൽ ഉള്ള വളരെ ഒരു ജനത എന്ന നിലയിൽ ഇങ്ങനെ നോളജ് അടിച്ചു മാറ്റുന്നതിൽ ഭയങ്കര വിദഗ്ധന്മാരാണ്. എനിക്ക് തോന്നുന്നു 7th സെഞ്ച്വറിയിലും മറ്റുമാണ് ഹുവാൻസാങ് എന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ വന്നു. ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചർ കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ ആനപ്പുറത്ത് ചൈനയിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ പ്രോബ്ലി യു ക്യാൻ റീഡ് ദാറ്റ് സ്റ്റോറി. അപ്പോൾ അതുപോലെ അവർ ചൈനക്കാരെ നിങ്ങൾ ഒട്ടും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട. അവരുടെ ഈ കൾച്ചറും അവരുടെ ഈ സോഷ്യൽ എൻവയറമെൻറ്റും ഇത്തരം ഹയർ എൻഡ് റിസർച്ചിന് വളരെ കൺഡ്യൂസീവായ സാധനമാണ്. അപ്പോൾ നല്ലവണ്ണം ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള മനുഷ്യരാണ് അതിൻ്റെ ടോപ്പിലിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് യു ഹാവ് ടു ബി വെരി കെയർഫുൾ വൈൽ ഡീലിംഗ് വിത്ത് ദം. അപ്പോൾ അതിനകത്ത് എനിക്ക് ഫൈനലി ഒന്ന് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ. നമ്മളുടെ ഈ മോഡലുകൾ നമുക്ക് സ്വാംശീകരിക്കാം, നമ്മളുടെ ഇന്ത്യൻ കണ്ടക്സ്റ്റിലേക്ക് മാറ്റാം.
പക്ഷേ നിങ്ങൾ അവർക്ക് ഡേറ്റ കൊടുക്കുന്നോ മറ്റവർക്ക് ഡേറ്റ കൊടുക്കുന്നോ അവരുടെ സാധനങ്ങൾ ഉപയോഗിക്കുന്നോ യു ആർ ബി വെരി കെയർഫുൾ. ഞാൻ ജസ്റ്റ് എൻ്റെ ഈ മെഷീനിലും ഈ ഫോണിലും ഞാൻ ഇതിൻ്റെ ലോവർ മോഡൽസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് ജസ്റ്റ് ഡെമോ ചെയ്യാം. ഇത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഡോണ്ട് ഹാവ് ഇൻ്റർനെറ്റ്. ഇതിൽ ഇൻ്റർനെറ്റ് ഇല്ല, ഇവിടുത്തെ ലാൻഡിൽ ഞാൻ കണക്ട് ചെയ്തിട്ടില്ല. ദിസ് ഈസ് എൻറ്റയർലി ഓൺ മൈ ഓൺ മെഷീൻ. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീപ് സീക്കിൻ്റെ ഞാൻ ആദ്യം 2 ആലിബാബയുടെ മോഡൽ, കാരണം ഡീപ് സീക്ക് മാത്രമല്ല ഇറക്കി, ആലിബാബയെ വേറൊരു മോഡൽ ഇറക്കി. അത് കുറച്ചുകൂടെ നല്ലതാണ്. പക്ഷേ ദാറ്റ് ഈസ് നോട്ട് എൻറ്റയർലി ഓപ്പൺ സോഴ്സ്. പക്ഷേ അതിൻ്റെ ഒരു സ്മോളർ വെർഷൻ ഞാൻ 3-4 മോഡലുകൾ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും ചെറിയ മോഡൽ ക്വൻ എന്ന് പറഞ്ഞൊരു മോഡൽ ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് നോക്കാം അതിനകത്ത്. അപ്പോൾ ദിസ് വാസ് എ വെരി സ്മോൾ മോഡൽ. ഞാൻ ഡീപ് സീക്കിൻ്റെ സാമാന്യം നല്ലൊരു മോഡലുണ്ട്, 14 ബില്യൺ. ഇത് ഞാൻ ഉപയോഗിച്ചത് 1/2 ബില്യൺ പാരാമീറ്ററുള്ള മോഡലാണ്. ഞാനൊരു 14 ബില്യൺ പാരാമീറ്ററുള്ള ഒരു ബിഗർ മോഡൽ എടുക്കാൻ പോകും. ഈ ബിഗർ മോഡൽ എടുക്കുമ്പോൾ അതിൻ്റെ പ്രശ്നം ഞാൻ റീസെറ്റ് ദിസ് ഒരു ബിഗർ മോഡൽ വിച്ച് ഇസ് 14 ബില്യൺ മോഡൽ. അപ്പോൾ അത് നല്ല മെമ്മറി നല്ല കേപ്പബിലിറ്റി ഉള്ള ഒരു മെഷീനിൽ വർക്ക് ചെയ്യും. അപ്പോൾ എൻ്റെ മെഷീന് കാണുന്നില്ല, അത് നല്ലവണ്ണം നല്ല പവറുള്ള മെഷീനിൽ വർക്ക് ചെയ്യും. അപ്പോൾ ഞാൻ ഈ മെഷീന് ഇതിന് 32 GB റാമും i7-ഉമാണ്. ഇറ്റ്സ് ആൻ i7 വിത്ത് 32 GB റാം. അപ്പോൾ ഇതിൽ ഞാൻ ഇതേ കാര്യം തന്നെ ഒന്നുകൂടെ ചെയ്യാൻ പോവുക. അപ്പം ഇത് സാധാരണ നമ്മൾ ഇത് ചെയ്യുന്ന പോലെ തന്നെയാണ്. അപ്പോൾ ഇറ്റ് ടേക്സ് ടൈം. ഇത് ടൈം എടുക്കുന്നത് മാത്രമല്ല ഇവിടെ ഇത് ചൂടാകാൻ തുടങ്ങും. എൻ്റെ മെഷീൻ ചൂടാവും ഇപ്പോൾ, കാരണം ഇത് മറ്റേത് ഭയങ്കര ക്വിക്കായിട്ട് വന്നില്ലേ. ചെറിയ ഒരു മോഡലായിരുന്നു ഉണ്ടായിരുന്നത്, 1/2 ബില്യൺ. അപ്പോൾ ഇത് എന്താണ് സ്പെല്ലിങ് തെറ്റിപ്പോയോ? ലോയിനിൻ എന്നാണ് കൊടുത്തത്. അപ്പോൾ അതിനനുസരിച്ച് എല്ലാവരും കോപ്പി അപ്പോൾ അത് മോഡൽ നല്ലതാണ്. ഞാൻ തെറ്റ് കൊടുത്തിട്ടും അവൻ ഇതാണോ എന്ന് ചോദിക്കുന്നില്ലേ. അപ്പോൾ ആ തിങ്കിങ് പ്രോസസ്സാണ് കാണിക്കുന്നത്. ഞാൻ ലെനിനെ കുറിച്ച് ഒരു പാരഗ്രാഫ് എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അടിച്ചു കൊടുത്തപ്പോൾ ലെനിൻ എന്നുള്ളതിൻ്റെ സ്പെല്ലിങ് തെറ്റിപ്പോയി, LOENN ആയിപ്പോയി. അപ്പോൾ അത് തിങ്ക് ചെയ്തിട്ട് ഇത് ഇന്നതായിരിക്കും എന്ന് റീസൺ ചെയ്ത് മറ്റേത് എഴുതിയത് കണ്ടോ. സോ ഇറ്റ്സ് റണ്ണിങ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം കൂടെ ഞാൻ പറയാം. ഇത് നിങ്ങൾ നോക്കിയാൽ അറിയാം, ഓരോന്നാണ് വരുന്നല്ലേ. അപ്പോൾ ഈ ലാർജ് ലാംഗ്വേജ് മോഡൽ ഇപ്പോഴത്തെ ഈ LLM അല്ലെങ്കിൽ ലാർജ് ഈ മോഡലുകളെ ലാർജ് ലാംഗ്വേജ് മോഡൽ എന്നാണ് വിളിക്കുന്നത്. ഈ ലാർജ് ലാംഗ്വേജ് മോഡലുകൾ ചെയ്യുന്നത് അതിൻ്റെ റീസണിങ് മെക്കാനിസം നമ്മൾ സംസാരിക്കുന്ന പോലെ. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ കുറേ നേരം കൊണ്ട് സംസാരിക്കുക, 1/2 മണിക്കൂറായി. അപ്പോൾ ഇനി അടുത്ത വാക്ക് ഞാൻ എന്തായിരിക്കും പറയുന്നത്? നിങ്ങൾക്ക് ആരെങ്കിലും ഗസ് ചെയ്യാവോ? പക്ഷേ എൻ്റെ ബ്രെയിൻ അത് അറിയാം. എൻ്റെ ബ്രെയിനിന് ഞാനിനി പറയാൻ പോകുന്ന അടുത്ത വാക്ക് എന്താണെന്ന് എൻ്റെ ബ്രെയിൻ എനിക്ക് ഫീഡ് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ അടുത്ത വാക്കെന്ന് പറയുന്നത് പലപ്പോഴും ഈ കണ്ടക്സ്റ്റ് അനുസരിച്ചാണ്. ഇപ്പോൾ ഞാൻ 1/2 മണിക്കൂർ ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ ലെനിനെ കുറിച്ചായിരിക്കില്ല കൂടുതൽ പറയുന്നത്, ഈ സാധനത്തെക്കുറിച്ചായിരിക്കും അല്ലേ, അല്ലെങ്കിൽ ആ കണ്ടക്സ്റ്റ് അനുസരിച്ചായിരിക്കും ഞാൻ സംസാരിക്കുക. ഞാൻ ഇതേ സമയം റോഡിൽ ഇറങ്ങിയിട്ട് പബ്ലിക്കിൽ സംസാരിക്കുകയാണെങ്കിൽ ഞാൻ വേറൊരു കണ്ടക്സ്റ്റ് ആയിരിക്കും സംസാരിക്കുക. അപ്പോൾ ഞാൻ ഈ നെക്സ്റ്റ് വാക്കെന്ന് പറയുന്നത് ഞാൻ സംസാരിക്കാൻ പോകുന്ന വാക്കെന്ന് പറയുന്നത് ഒരു ബ്രോഡർ കണ്ടക്സ്റ്റിൽ, അതായത് ഞാൻ കൊടുത്ത പ്രോംപ്റ്റാണ്. നിങ്ങൾ ലെനിനെക്കുറിച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ പ്രോംപ്റ്റും ഞാൻ ഇതുവരെ വന്ന് സംസാരിച്ച കാര്യങ്ങളും കൂടെ ചേർത്തിട്ട് അതിനാണ് കണ്ടക്സ്റ്റ് എന്ന് വിളിക്കുക. ഇതിനെ കണ്ടക്സ്റ്റ് എന്ന് വിളിക്കുക. ഈ കണ്ടക്സ്റ്റ് അനുസരിച്ചാണ് എൻ്റെ തലയിൽ നിന്ന് അടുത്ത വാക്ക് വരുന്നത്. ആ അടുത്ത വാക്ക് അതായത് ആ അടുത്ത വാക്ക് വരുന്നത് ഞാൻ ഇത്രയും കാലം പഠിച്ചു വെച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഇത് ഒരു 50 വയസ്സ് കൊണ്ട് ഞാൻ വായിച്ചിട്ടുള്ളതും കണ്ടിട്ടുള്ളതുമായ മൊത്തം കാര്യങ്ങളുടെ പുറത്ത് ആ ഇൻഫർമേഷനിൻ്റെ പുറത്താണ് ഞാൻ അടുത്ത വാക്ക് പറയുക. ആ നെക്സ്റ്റ് വാക്ക് ഒരു പ്രോബബിലിസ്റ്റിക് ആയിട്ടാണ് തരുന്നത്. എന്ന് വെച്ചാൽ അതിന് പറയാനുള്ള പ്രോബബിലിറ്റി ചില വാക്ക് കൂടുതലാണ്, ചില വാക്ക് കുറവാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ സംസാരിക്കുകയാണെങ്കിൽ അൻവറിനെ ഇപ്പോൾ അൻവർ സാറേന്ന് വിളിക്കുള്ളൂ ഇതിൽ. പക്ഷേ ഞാൻ പ്രൈവറ്റായിട്ട് സംസാരിക്കണ അൻവറേന്ന് ചിലപ്പോൾ വിളിച്ചെന്നിരിക്കും. അപ്പോൾ ആ കണ്ടക്സ്റ്റിനനുസരിച്ചായിരിക്കും ഞാൻ അടുത്ത വാക്ക് പറയുന്നത്. ഇതേപോലെ തന്നെയാണ് ഈ മോഡലിൽ ട്രെയിൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ കൊടുത്തിരിക്കുന്ന കണ്ടക്സ്റ്റ് അനുസരിച്ച് നെക്സ്റ്റ് വാക്കിനെ അത് ഗസ് ചെയ്താണ് തരുന്നത്. അപ്പോൾ ആ ഗസ് 99%ഉം കറക്റ്റായിട്ടാണ് വരുന്നത്. 99% കറക്റ്റ് ഗസ് ആയതുകൊണ്ടാണ്, അവന് കണ്ടിട്ടുണ്ട്, ഡേറ്റ കണ്ടിട്ടുള്ളത് കൊണ്ടാണ് ഇത് കറക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോബ്ലം ഇതാണ്, നിങ്ങൾക്ക് 1% എററുണ്ട്.
അപ്പോൾ ഇത് എപ്പോഴെങ്കിലും ഒരു വാക്ക് തെറ്റിപ്പോയാൽ പിന്നെ മുഴുവൻ തെറ്റും, അല്ലെങ്കിൽ ഒരു കണ്ടക്സ്റ്റ് തെറ്റിയിട്ടുണ്ടെങ്കിൽ തെറ്റാനുള്ള നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ സോ ദാറ്റ് ഈസ് എ ബിഗ് ഇഷ്യൂ. ഇനി അതേപോലെ തന്നെയാണ് ഇതിൻ്റെ ബയാസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ ഇപ്പോൾ കറുത്ത അല്ലെ വെളുത്ത മനുഷ്യരുടെ മുഖം ഡിറ്റക്ട് ചെയ്യുന്ന ഒരു ഐഡിയ, ഒരു പ്രോഗ്രാം ഉണ്ടെന്നിരിക്കട്ടെ. നമ്മൾ മൊത്തം ട്രെയിൻ ചെയ്ത് വെളുത്ത മനുഷ്യരെ വെച്ചില്ല. അപ്പോൾ ഒരു കറുത്ത ഒരു ആഫ്രിക്കൻ വംശജനോ മറ്റോ വന്നു കഴിഞ്ഞാൽ അയാളത് ഫ്ലാഗ് ചെയ്യും. അപ്പോൾ ഇതുപോലത്തെ സാധനങ്ങൾ യു എസിലൊക്കെ ഉണ്ടായി, പലതരത്തിലുള്ള സാധനങ്ങളുണ്ടായി. അതിനാണ് ബയാസ് എന്ന് പറയുന്നത്. നിങ്ങൾ എന്ത് തരം ഡേറ്റ ഉപയോഗിച്ചിട്ടാണോ ട്രെയിൻ ചെയ്തത് അതിന് ഭയങ്കര സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഇതിൻ്റെ ബയാസ് എന്ന് പറയുന്നതിന്, ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ സംഗതി ഇതിനെ ഹാലൂസിനേഷൻ എന്നാണ് വിളിക്കുക. നിങ്ങൾ ഒരിക്കൽ ഇത് എന്തെങ്കിലും തെറ്റിപ്പോയാൽ വേറെ എന്തെങ്കിലുമൊക്കെ എഴുതി തരും. അതുകൊണ്ടാണ് നിങ്ങൾ ഒരു തവണ ചാറ്റ് ജി പി ടി കൊടുക്കുന്നത്, രണ്ടാമത്തെ തവണ ചാറ്റ് ജി പി ടി കൊടുക്കുന്നത് രണ്ടായി വരുന്നത്. ഈ പ്രോബബിലിസ്റ്റിക് റീസണിങ് കൊണ്ടാണ്. അത് എവിടെയെങ്കിലും ഒന്ന് തെറ്റിയാൽ ഇത് ഹാലൂസിനേറ്റ് ചെയ്ത് വേറെ എന്തെങ്കിലും പറയും. അതേപോലെ തന്നെ രണ്ടാമത്തെ കുഴപ്പമാണ് ഈ ബയാസ് എന്ന് പറയുന്നത്, നിങ്ങൾ ട്രെയിൻ ചെയ്ത ഡേറ്റയിലുള്ള ബയാസ്. അപ്പോൾ ഈ ഹാലൂസിനേഷനെ മെച്ചപ്പെടുത്തണമെങ്കിൽ ഡെഫിനറ്റായിട്ട് നിങ്ങൾ ഹ്യൂജ് ട്രെയിനിങ് വേണം. അത് മാത്തമാറ്റിക്കൽ അൽഗോരിതംസും നമുക്ക് റീസണിങ് അൽഗോരിതംസിലൊക്കെ ആളുകൾ റിസർച്ച് നടത്തുകയാണ്. അതേസമയം ബയാസ് ഡേറ്റ ഡിപ്പെൻഡൻ്റ് ആണ്. നിങ്ങൾ ഈ എടുത്ത ഡേറ്റ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഡേറ്റ മാറ്റിയാൽ അല്ലെ ഇത് കറക്റ്റാക്കും. ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞ നമ്മൾ ഈ ചൈനീസ് LLM-നെ കുറിച്ച് വന്ന മെയിൻ ആരോപണം ദലൈലാമയെ കുറിച്ചും വർക്ക് ചെയ്യുന്നത്. ലെറ്റ്സ് സീ വെദർ ദിസ് വർക്ക്സ് ഫോർ ദലൈലാമ. ലെറ്റ്സ് സീ. അപ്പോൾ ഈ ചൈനക്കാർ ചെയ്തേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഫിൽട്ടർ ചെയ്യും, ഈ ഔട്ട്പുട്ട് വരും. പക്ഷേ അവരുടെ രാജ്യത്ത് നിന്ന് പുറത്തോട്ട് വിടൂല ഈ സാധനം. ദാറ്റ് ഫിൽട്ടറിങ് ദേ ഹാവ് ഡൺ, ബട്ട് നോട്ട് വിത്ത് ദ മോഡൽ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള സംഗതി. അപ്പോൾ ഇതിനുള്ള സോഷ്യോ പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷനാണ് നമ്മുടെ കിരൺ ചന്ദ്ര ആദ്യമേ പറഞ്ഞത്. പലതരത്തിലുള്ള ഡിസ്ക്രിപ്ഷൻസ് ഉണ്ടാക്കും, ഇതിനെ കുറച്ചുകൂടി ജനകീയവൽക്കരിക്കും. അപ്പോൾ ഡേറ്റ ആണ് നിങ്ങൾക്ക് ഇത്തരം ടെക്നോളജിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. നിങ്ങൾ എങ്ങനെ ഡേറ്റ കളക്ട് ചെയ്യുന്നുള്ളതും അതിനെ എങ്ങനെ ക്യൂറേറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നുള്ളതുമാണ്. പ്ലസ് ഈ മോഡലുകൾ. അപ്പോൾ ഈ മോഡലുകൾ ഇമ്പ്രൂവ് ചെയ്യാൻ ഇനി നമുക്ക് ധാരാളം ഓപ്ഷനുണ്ട്. അതിലൊന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്കുള്ള മോഡലുകളെ വെച്ച് പുതിയ മോഡലുകൾ ട്രെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളൊരു ടീച്ചർ സ്റ്റുഡൻറ്റ് മോഡൽ എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഉള്ള ഒരു മോഡലിനെ വെച്ചിട്ട് നിങ്ങൾക്ക് പുതിയ മോഡലുകൾ ട്രെയിൻ ചെയ്യാം. ഇപ്പോൾ ചൈനക്കാർക്കെതിരെ അവർ ആരോപിച്ചേക്കുന്നത് അവരുടെ മോഡൽ ഉപയോഗിച്ചാണ് ഇത് ട്രെയിൻ ചെയ്യുന്നത്. പ്രോബ്ലി അതിനൊരു സാധ്യതയുണ്ട്. പക്ഷേ അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റൂല. അവരെങ്ങനെയാണ് ചെയ്തത്, അവർ ഡേറ്റ മോഷ്ടിച്ചിട്ടുണ്ടാകും. കാരണം ഇതെല്ലാം ഈ ഗെയിമിൽ ഇതെല്ലാം വളരെ നോർമലായ കാര്യങ്ങളാണ്. ആളുകൾ അവരുടെ സാധനം എടുത്തുകൊണ്ട് വരും, നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കും. ഇതൊക്കെ ദിസ് ഈസ് സംതിങ്. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ സിഗ്നിഫിക്കൻസും അതുപോലെ മൊത്തത്തിൽ ഉള്ള ഒരു ജനാധിപത്യ സ്വഭാവമുള്ള ഒരു ഇൻ്റർവെൻഷനാണ് ഇപ്പോൾ ചൈനീസ് കമ്പനികൾ നടത്തിയിരിക്കുന്നത്. എനിവേ, ഐ ഹാഡ് റിട്ടേൺ എ സ്മോൾ ആർട്ടിക്കിൾ ഓൺ മാതൃഭൂമി. ഇപ്പം ആ ട്രെയിനിങ്ങിനെ കുറിച്ചൊക്കെ ഞാൻ 1-2 ആർട്ടിക്കിൾസ് നേരത്തെ ഫേസ്ബുക്കിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ട്രെയിൻഡ് ന്യൂറൽ നെറ്റ്വർക്കാണ് വന്നിരിക്കുന്നത്. ഇതിൽ ഏത് ഡേറ്റ കൊടുത്താലും അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാവുന്ന ലാംഗ്വേജ് മോഡൽ. ആ ഇൻഫർമേഷൻ ആ ന്യൂറൽ നെറ്റ്വർക്കിൽ എംബഡഡ് ആണ് അതുകൊണ്ടാണ് ഇത് ചെയ്തത്. ഈ ഡേറ്റ അതായത് അവരുടെ മോഡല് ഏറ്റവും സ്മോളർ മോഡലാണ്. 1.5 ബില്യൺ പാരാമീറ്ററുള്ള മോഡലുണ്ട്. അതിൻ്റെ മുകളിൽ 7 ബില്യൺ ഉണ്ട്. അതിന് മുകളിൽ 14 ബില്യൺ മോഡലിൽ നിന്നാണ് ഞാൻ എടുത്തത്. 671 ബില്യൺ മോഡൽ പാരാമീറ്ററാണ് ഒരു ബിഗർ സാധനം. ഇത് എനിക്ക് തോന്നുന്നത് ഇത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് എൻ്റെ 14 ബില്യൺ പാരാമീറ്റർ മോഡല് ഇറ്റ് ടുക്ക് അറൗണ്ട് ഒരു 2 hours ടു ഡൗൺലോഡ്. അത് 14 GB 18 GB ഉണ്ടായിരുന്നു എൻ്റെ ആ പാരാമീറ്റർ മോഡൽ മാത്രം. എന്നിട്ട് അത് കോൺഫിഗർ ചെയ്യാൻ പ്രോബ്ലം ഐ ടുക്ക് അറൗണ്ട് 4-5 hours. ഇനി ഇതിൻ്റെ ചെറിയ മോഡൽ ഞാൻ ഫോണിൽ കാണിച്ചു തരാൻ വേണമെങ്കിൽ ദാറ്റ് ഓൾസോ ഐ ക്യാൻ ഷോ. ഫോണിൽ കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വർക്ക് ചെയ്യും നിങ്ങൾക്ക്. ഇത് CPU നടന്നത്. പക്ഷേ ശരിക്കും മറ്റേ ഓപ്പൺ ഐയുടെ ഇതേ കേപ്പബിലിറ്റി ആണെങ്കിൽ യു നീഡ് എ GPU ഉണ്ട്. ഇതിനകത്ത് GPU ഇല്ല. ഇതിനകത്ത് കുഞ്ഞെന്തോ മറ്റേ ഗ്രാഫിക്സ് കാർഡോ മറ്റോ ഉള്ളത്. നിങ്ങൾക്ക് നല്ല GPU ഉണ്ടെങ്കിൽ ഒരുവിധം കുറച്ചുകൂടെ നല്ല ഇൻഫറൻസ് കിട്ടും. പബ്ലിക് സർവീസിൽ നിങ്ങൾ ഇത് നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ സംഗതിയിൽ ട്രെയിൻഡ് ഒരു സർവീസ്. ഇപ്പോൾ നിങ്ങൾക്ക് Gmail എങ്ങനെയാണ് നമ്മൾ പബ്ലിക് സർവീസിൽ ഉപയോഗിക്കുന്നത്? മെയിൽ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, അത് നമുക്ക് ഉപയോഗിക്കാമെന്നല്ലേ.
അതേപോലെ ആകും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ലാർജ് ലാംഗ്വേജ് മോഡലുണ്ട്, നമുക്ക് അതിനോട് ചോദിക്കാം. അങ്ങനത്തെ ഒരു പബ്ലിക് യൂട്ടിലിറ്റി, വെള്ളം ആയുമൊക്കെ പോലത്തെ ഒരു യൂട്ടിലിറ്റി ആയി മാറി കമ്പ്യൂട്ടിംഗ് പവർ. ഹാർഡ്വെയർ ഡിപ്പെൻഡൻറ്റ്, ഡെഫിനറ്റ്ലി ഹാർഡ്വെയർ വേണം. ആ ഹാർഡ്വെയർ അതായത് ദർ ഇസ് നോ ഫ്രീ ലഞ്ച്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു സാധനം തരൂല. ആ ഹാർഡ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുകയും ഹാർഡ്വെയർ സെറ്റപ്പ് ഉണ്ടാക്കാൻ ചെയ്യണം. നമുക്ക് നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഇതുണ്ട്. പക്ഷേ അത് വളരെ നമുക്ക് അഫോർഡബിൾ, നമ്മുടെ സ്റ്റേറ്റിനൊക്കെ അഫോർഡ് ചെയ്യാവുന്ന ഒരു ലെവലിലേക്ക് ഇത് താന്നു. കാരണം അവരുടെ പാരാമീറ്റർ മോഡൽ പറഞ്ഞു, അവരുടെ എഫിഷ്യൻസി കാരണം ഇത് താന്നു എന്നുള്ളത് കൊണ്ടാണ്. റാഗ് എന്നൊക്കെ പറഞ്ഞാൽ ചില ടെക്നോളജികളുണ്ട്, RAG എന്നാണ് പറയുക, അല്ലെങ്കിൽ ഫൈൻ ട്യൂണിങ് ഇൻ റാഗ് എന്ന് പറഞ്ഞ 2 ടെക്നോളജി. നമുക്ക് ഇതിനെ ഒരു ലിമിറ്റഡ് ഡേറ്റ സെറ്റ് വെച്ചിട്ട് ഇതിന് റീട്രെയിൻ ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞ KSR ഒക്കെ വെച്ചിട്ട് ഇതിന് റീട്രെയിൻ ചെയ്താൽ KSR ന്ന് മാത്രമായിരിക്കും പിന്നെ ഉത്തരം തരിക. നിങ്ങൾ മറ്റേ സാധനം എടുക്കൂല, അതിനോട് ദലൈലാമ പോയി ചോദിച്ചാൽ അത് തരൂല. പകരം നിങ്ങൾക്ക് അങ്ങനെ റീട്രെയിൻ ചെയ്യുക, അങ്ങനെ ഫൈൻ ട്യൂൺ ചെയ്ത് ഇതിനെ നിങ്ങളുടെ ഡേറ്റയിൽ മാത്രമാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ സർവീസുകൾ ഇപ്പം കാണാനുണ്ട്. ചാറ്റ് PDF എന്നൊക്കെ പറഞ്ഞ് ചില സാധനങ്ങൾ നിങ്ങളൊരു PDF അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ മാത്രം ചോദ്യം ചോദിക്കുന്ന സാധനങ്ങൾ കണ്ടിട്ടില്ലേ, നെറ്റിലുണ്ട്. അത് നമുക്ക് നമ്മുടെ സാധനത്തിൽ ഇത് ചെയ്യാറായി. ദിസ് ഓൾസോ ഐ തിങ്ക് ദാറ്റ് ഓൾസോ വി ഹാവ് ഡൺ ഇൻ IC ഫോഴ്സ്. ഒരു RAG വെച്ചിട്ട് ഇത് ട്രെയിൻ ചെയ്തിട്ട് അതിൽ നിന്ന് ഡേറ്റ തിരിച്ചെടുക്കുന്നത് നമ്മുടെ മെഷീനിൽ ഓടും. നിങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലേ? ദാറ്റ് ഈസ് ക്വൈറ്റ് ഈസി. യു ക്യാൻ വെരി ഈസിലി ഡൂ ദാറ്റ് വിത്ത് ദിസ് കൈൻഡ് ഓഫ് മോഡൽസ്. അപ്പോൾ GPU വേണം ഓഫ് കോഴ്സ്. ആ മോഡൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യണം, വീണ്ടും അവിടുന്ന് വലിക്കുക എന്നുള്ള. അപ്പോൾ അല്ലെങ്കിൽ അതിനെ പിന്നെ റീട്രെയിൻ ചെയ്യാന്നുള്ള ചെയ്യുന്ന ആളുകൾ. കാരണം അതിന് ഫൗണ്ടേഷൻ മോഡൽസ് ആണ് ഇതിനെ വിളിക്കുക. റീട്രെയിൻ ചെയ്യാൻ വീണ്ടും റീട്രെയിൻ ചെയ്യണേ വീണ്ടും GPU വേണം. അതായത് 2 ഇതുണ്ട്. ട്രെയിനിങ് എന്ന് പറഞ്ഞൊരു ഫേസും ഉണ്ട്, ഇൻഫറൻസ് എന്ന് പറഞ്ഞ ഫേസിന്. ഇൻഫറൻസിന് വളരെ കുറച്ച് GPU മതി, പക്ഷേ ട്രെയിനിങ്ങിന് നമുക്ക് നല്ലോണം GPU വേണം. അപ്പോൾ നമുക്ക് റീട്രെയിൻ ചെയ്യണമെങ്കിൽ യു നീഡ് GPU, യു നീഡ് ഡേറ്റ, ഓൾ ദീസ് കൈൻഡ്സ് ഓഫ് തിങ്. പക്ഷേ യു ക്യാൻ ജസ്റ്റ് യൂസ് ഇറ്റ് വെരി ഈസിലി. അതിന് ട്രെയിനിങ് ഫ്രെയിംസ് ഒലാമ പോലത്തെ എൻ്റെ സാധനം വെച്ചിട്ട് നിങ്ങൾക്ക് ട്രെയിനിങ് ഫ്രെയിംസ്, ടെക്നിക്കൽ തിങ് വിൽ സി ഓപ്സ്ലി ഇറ്റ്സ് ഈസി. യു ഹാവ് ഡൺ ഇറ്റ് ദെയർ ഓൾസോ. ഐ തിങ്ക് മെനി പീപ്പിൾ ഹാവ് ഡൺ even CDIT or KITE or so many people have done the retraining thing. അതിൻ്റെ ഒരു റീസൺ ഞാൻ എവിടെ വായിച്ചത്, ഐ എം നോട്ട് വെരി ഷുവർ. they were looking at noted languages but the language structure എന്നാണ് പറയുന്നത്. നിങ്ങൾ നേരെ ഭാഷേനെയല്ല അവർ അഡ്രസ്സ് ചെയ്തത്, ഭാഷയുടെ ഒരു അണ്ടർലൈങ് സ്ട്രക്ചറിനെയാണ് അവർ അഡ്രസ്സ് ചെയ്തത്. അപ്പോൾ അവരുടെ ഇന്നോവേഷനിൽ ഒരെണ്ണമാണ് മിക്സ്ചർ ഓഫ് എക്സ്പെർട്സ് എന്ന് അതിനെ പറയും. നിങ്ങൾ മറ്റേ ഓപ്പൺ ഐയുടെ അല്ലെങ്കിൽ ജെമിനിയുടെ ഒക്കെ മോഡൽ എല്ലാം കൂടെ ഒരുത്തിനെ പഠിപ്പിച്ചത്, എല്ലാം കൂടെ ഒരാളെ പഠിപ്പിച്ച് വെക്കുന്നത്. അപ്പോൾ ഇവരുടെ മോഡലിനെ അവർ മോഡൽ ചെയ്തേക്കുന്നത് മിക്സ്ചർ ഓഫ് എക്സ്പെർട്സ് ആയിട്ടാണ് അത്രേ. അപ്പോൾ അതിൻ്റെ ഈ ദാറ്റ് ഇൻവോൾവ്സ് ലോട്ട് ഓഫ് മാത്സ്. അപ്പോൾ അവരുടെ മേജർ ഒരു 3 സാധനങ്ങൾ പറഞ്ഞേക്കുന്നത്, ഒന്ന് ഈ കണ്ടക്സ്റ്റ്, നമ്മൾ ആ തിങ്ക് ചെയ്തൊരു സാധനം കാണിച്ചില്ലേ, ഇത് എങ്ങനെയാണ് തിങ്ക് ചെയ്തത്, തിങ്കിങ് സാധനം അത് ഓപ്പൺ അപ്പ് ചെയ്തത് നമുക്ക് എങ്ങനെയാണ് ഇത് തിങ്ക് ചെയ്യുന്നത് എന്നുള്ള സാധനം നിങ്ങൾക്ക് പറഞ്ഞു തന്നവർ. അപ്പോൾ അത് ചൈനക്കാർ അത് സപ്രസ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് ഇത് കണ്ടെത്തിയെന്നുള്ളതല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം, ഇത് പലപ്പോഴും എക്സ്പ്ലെയിനബിൾ അല്ല. ഈ നമ്മളിത് എങ്ങനെ റീസണിൽ അറൈവ് ചെയ്തെന്നുള്ള എക്സ്പ്ലെയിനബിൾ, ഇത് കുറച്ചുകൂടി എക്സ്പ്ലെയിനബിൾ ആക്കാനായിട്ട് ആ തിങ്കിങ് പ്രോസസ്സ് ഇവർ ഓപ്പൺ അപ്പ് ചെയ്യുന്നു. രണ്ടാമത് ഈ റീഇൻഫോഴ്സ്മെൻറ്റ്, ഫണ്ടമെൻ്റലി ഇവരുടെ 2 കൂട്ടരുടെയും ട്രെയിനിങ് മെത്തഡോളജി സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് ആണ്. മൂന്നാമതാണ് ഈ ഇങ്ങനത്തെ മിക്സ്ചർ ഓഫ് എക്സ്പെർട്സ്. ഓരോ അങ്ങനെയാണ് അവർ ട്രെയിൻ ചെയ്യുന്നത്. ഒരു ഇപ്പം ലാംഗ്വേജ് എക്സ്പെർട്ടൈസ്, മെഡിസിൻ, അങ്ങനത്തെ സാധനങ്ങൾ വെച്ചിട്ട് അവരുടെ ട്രെയിനിങ് സാധനത്തിൽ ദർ ഇസ് എ മാത്ത് ബിഹൈൻഡ് ഇറ്റ്. യു ക്യാൻ ജസ്റ്റ് ലുക്ക് അറ്റ് ദ പേപ്പർ. ഇറ്റ്സ് പ്രെറ്റി ഹാർഡ് ഓൾസോ. ദ പേപ്പർ മേ ബി യു നീഡ് എ ലോട്ട് ഓഫ് മേ ബി പ്രോബബിലിറ്റി ആൻഡ് ഒപ്റ്റിമൈസേഷൻ. ഈ 2 സാധനങ്ങൾ അറിയാമെങ്കിൽ പേപ്പർ വായിച്ചാൽ മനസ്സിലാവും. ബിക്കോസ് ദാറ്റ് ഇസ് ക്വൈറ്റ് മേ ബി നമ്മുടെ ഇവിടുത്തെ മാത്സ് എഡ്യൂക്കേഷനെ കുറിച്ച് എനിക്ക് ഫണ്ടമെൻ്റലി ഒരു ഡിസഗ്രിമെൻ്റ് ഉള്ളത് അതുതന്നെയാണ്. നമ്മൾ മര്യാദയ്ക്കല്ല പഠിപ്പിക്കുന്നത്.